നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ ഡോക്ടർ ഹാരിസ് ഹസനെ സംശയമുനയിൽ നിർത്താനുള്ള ആരോഗ്യവകുപ്പ് നീക്കം പൊളിഞ്ഞു. ശസ്ത്രക്രിയാ ഉപകരണം പുതുതായി വാങ്ങിയതിന്റെ ബില്ലുകൾ കണ്ടെത്തിയെന്ന വാദം തള്ളി എറണാകുളത്തെ ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ്. അയച്ചത് നെഫ്രോസ്കോപ്പുകളെന്നും മൊസ്ലോസ്കോപ്പല്ലെന്നും മാനേജിംഗ് പാർട്ണർ സുനിൽ കുമാർ വാസുദേവ്. ഡോക്ടർ ഹാരിസ് ഹസനെ ആരോപണ നിഴലിലാക്കിയ വാർത്താ സമ്മേളനം നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും. ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ്ദൾ ആക്രമിച്ചതിൽ വൻ പ്രതിഷേധം. രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെ ആക്രമണം വ്യാപകമായെന്ന് CBCI. ഭയത്തിന്റെ സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. നടന്നത് ആസൂത്രിത ആക്രമണമെന്ന് ദൃക്സാക്ഷി സിസ്റ്റർ എലൈസ 24-നോട്. ആശങ്കയുണ്ടെന്ന് മർദ്ദനമേറ്റ ഫാദർ നിരപ്പേലിന്റെയും ഫാദർ ജോജോ വൈദ്യക്കാരന്റെയും കുടുംബങ്ങൾ. ഒഡീഷയിൽ കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച സംഭവത്തിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ചുട്ടുകരിച്ച ബജ്രംഗ്ദൾ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഒഡീഷയിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും രൂക്ഷമായി വിമർശിച്ച് ജോൺ ബ്രിട്ടാസ് MP. ക്രൈസ്തവ ന്യൂനപക്ഷവുമായി ബന്ധമുള്ള 2 പേരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ചാരിറ്റി വീഡിയോകൾ ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ്. ആളുകളെ കബളിപ്പിക്കുന്നത് QR കോഡും അക്കൗണ്ട് നമ്പറും വ്യാജമായി ചേർത്ത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തുക എത്തുന്നത് തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിൽ. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിൽ. ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം. ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞത് വൻ ഗതാഗത കുരുക്കിൽ ജനം നട്ടം തിരിയുന്ന പശ്ചാത്തലത്തിൽ. കൊല്ലത്ത് കുട്ടിയോട് രണ്ടാനച്ഛന്റെ കൊടും ക്രൂരത. ഇസ്തിരിപ്പെട്ടികൊണ്ട് പൊള്ളലേൽപ്പിച്ച ചവറ തെക്കുംഭാഗം സ്വദേശിയായ 3ാം ക്ലാസ്സുകാരനെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റി. രണ്ടാനച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ. ആലപ്പുഴ നൂറനാട് 4ാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും മർദ്ദിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. കുട്ടി മുത്തശ്ശിയുടെ സംരക്ഷണയിൽ. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളി സംഘത്തെ എയർലിഫ്റ്റ് ചെയ്തു. 28-അംഗ സംഘം ഉത്തരകാശിയിൽ സുരക്ഷിതർ. ധരാലിയിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇതുവരെ 226 പേരെ രക്ഷപ്പെടുത്തിയതായി വ്യോമസേന. ലിഞ്ചഘട്ടിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലെന്ന് ഉത്തരാഖണ്ഡ് കോൺഗ്രസ്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ജംബോ പട്ടികയിൽ എതിർപ്പറിയിച്ച് ഹൈക്കമാൻഡ്. ഇതോടെ പ്രതിസന്ധി വീണ്ടും രൂക്ഷം. DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഈ വിഷയത്തിലും അനുനയിപ്പിക്കുകയാണ് KPCC നേതൃത്വത്തിന് മുന്നിലെ പുതിയ കടമ്പ. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മത്സരരംഗം ചൂടുപിടിപ്പിച്ച് മെമ്മറി കാർഡ് വിവാദം. കാർഡ് സൂക്ഷിക്കാനേൽപ്പിച്ച കുക്കു പരമേശ്വരനെതിരെ DGPക്ക് പരാതിയുമായി നടി ഉഷ ഹസീന. അപകീർത്തി ശ്രമമെന്നാരോപിച്ച് കുക്കു പരമേശ്വരൻ. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫിനെതിരായ അപകീർത്തി പരാമർശത്തിൽ സാന്ദ്ര തോമസിന് എറണാകുളം സബ് കോടതിയുടെ സമൻസ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുവെന്ന് നടൻ ദേവൻ. ശ്വേതാ മേനോനെതിരായ പരാതിക്ക് പിന്നിൽ ബാബുരാജ് ആണെന്ന് കരുതുന്നില്ല. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ ഇത്രയും നാൾ ഉയരാത്ത ആരോപണം എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നുവെന്നും ദേവൻ. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി GR അനിലിന് രൂക്ഷ വിമർശനം. വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ മന്ത്രിക്ക് കഴിയുന്നില്ലെന്ന് സമ്മേളന പ്രതിനിധികൾ വിമർശിച്ചു. ഇടത് സർക്കാരിനെ പോലെയല്ല പല കാര്യങ്ങളിലും സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും വിമർശനം. C സദാനന്ദൻ MPയുടെ കാല് വെട്ടിയ കേസിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി CPIM. കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രം പതിച്ച പോസ്റ്ററിൽ ഇവർ കുറ്റക്കാരാണോ എന്ന് ചോദ്യം. തിങ്കളാഴ്ച മട്ടന്നൂർ ഉരുവച്ചാലിലാണ് പൊതുയോഗം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാനത്തിൽ നിർണായക വഴിത്തിരിവ്. ജൈനമ്മയെ പരിചയമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ. പ്രതിയുടെ ഭാര്യ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന. നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് വിവരം. കൊച്ചി നഗരത്തിലെ ബസ്സുകളുടെ മത്സരയോട്ടം തടയാൻ ഇടപെട്ട് ഹൈക്കോടതി.
ബസ്സുകളുടെ സമയക്രമം മാറ്റാൻ നിർദ്ദേശം. തീരുമാനം വേഗത്തിൽ വേണമെന്നും ഹൈക്കോടതി. നഗരങ്ങളിൽ 5 മിനിറ്റും ഗ്രാമങ്ങളിൽ 10 മിനിറ്റും ഇടവേള വേണമെന്ന് ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത സ്ഥലം തോട്ടഭൂമിയല്ലെന്ന് ആവർത്തിച്ച് നേതാക്കൾ. പ്ലാന്റേഷൻ ഭൂമിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഈ ഭൂമിക്ക് ബാധകമല്ലെന്ന് വാദം. മുസ്ലിം ലീഗ് വയനാട് ജില്ലാ നേതാക്കൾക്ക് മറുപടിയുമായി KT ജലീൽ രംഗത്തെത്തി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ഗുളിക രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1078 ഗ്രാം സ്വർണ്ണ മിശ്രിതം പിടികൂടി. കോഴിക്കോട് സ്വദേശി കമറുദ്ദീനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ആദവനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചിക്കൻ പോക്സ് വ്യാപനം. 57 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. സ്കൂളിലെ LP UP വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ കസ്റ്റംസ് ഓഫീസറെ സർവീസിൽ നിന്ന് പുറത്താക്കി. കസ്റ്റംസ് ഇൻസ്പെക്ടർ K അനീഷിനെയാണ് പുറത്താക്കിയത്. 2023 തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ 4.5 കിലോ സ്വർണം കടത്തിയ കേസിലെ പ്രതിയാണ് അനീഷ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ദലിത് സ്ത്രീവിരുദ്ധ നിലപാടുകളെ അപലപിക്കുന്നതായി WCC. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെ WCC അഭിനന്ദിച്ചു. ശ്വേതാ മേനോന് എതിരെ നടക്കുന്ന പ്രചാരണങ്ങളെയും WCC അപലപിച്ചു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരുക്ക്. കൈലിയാട് സ്വദേശി കൃഷ്ണപ്രസാദിനാണ് പരുക്കേറ്റത്. കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിലെ വീട്ടമ്മയുടേത് കൊലപാതകം. സംഭവത്തിൽ മകൻ ലിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ അമ്മയുടെ സ്വർണം ആവശ്യപ്പെട്ടുള്ള തർക്കത്തിനിടെ മർദ്ദിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം. ഈ മാസം 20-ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നിന്ന് NHM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ് പ്രതിയായ അറ്റൻഡർ MM ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഉത്തരവിട്ടത്. തെളിഞ്ഞിരിക്കുന്ന കുറ്റം അങ്ങേയറ്റം ഗൗരവമുള്ളതാണെന്നും സർക്കാർ മെഡിക്കൽ കോളേജിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഉത്തരവിൽ പറയുന്നു. വനം വകുപ്പിലേക്ക് ആളെ നിയമിക്കുന്നു എന്ന് കാണിച്ചുള്ള വ്യാജ നോട്ടിഫിക്കേഷനു പിന്നിൽ NCP അജിത് പവാർ വിഭാഗം നേതാവ് മുഹമ്മദ് കുട്ടി എന്ന മന്ത്രി AK ശശീന്ദ്രൻ. മുഹമ്മദ് കുട്ടിയുടെ പേരിൽ ഇറക്കിയ ലെറ്ററും വിരമിച്ച ഉദ്യോഗസ്ഥൻ ഗംഗാസിംഗിന്റെ പേരിൽ ഇറക്കിയ വ്യാജ ഉത്തരവും പുറത്തുവിട്ടു. മലപ്പുറം നിലമ്പൂർ മാരിയമ്മൻ ദേവീക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. ബാലുശ്ശേരി സ്വദേശി സതീശനാണ് അറസ്റ്റിലായത്. ഇയാൾ പണം മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തിരുവനന്തപുരം അമ്പൂരി കാരിക്കുഴിയിലിറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. 4 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് വനപാലകർ പുള്ളിപ്പുലിയെ പിടികൂടിയത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടന് വേണ്ടി പരിശോധന ശക്തമാക്കിയതായി പോലീസ്. കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കേസിൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടങ്ങി. ആലപ്പുഴ മാവേലിക്കരയിൽ പാലം തകർന്ന സംഭവം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം നടപടി. തൃശൂരിലെ റോഡിലെ കുഴിയിൽ വീണ അപകട മരണത്തിലും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളി. നടൻ വിനായകനെതിരെ എറണാകുളം DCC. വിനായകൻ ഒരു പൊതുശല്യമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. സർക്കാർ ചികിത്സ നൽകണമെന്നും അല്ലെങ്കിൽ പൊതുജനം തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നും മുഹമ്മദ് ഷിയാസ്. കോഴിക്കോട് 10ാം ക്ലാസ്സുകാരനെ പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും ലക്ഷങ്ങൾ തട്ടിമുങ്ങിയ പ്രതി പിടിയിൽ. കോട്ടയം സ്വദേശി രാഹുലാണ് പിടിയിലായത്. 100 ന്യൂസിലേക്ക് തിരികെ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് MGM പബ്ലിക് സ്കൂളിന്റെയും YMCA കേരള റീജിയണിന്റെയും ഉദയംപേരൂർ YMCAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിന അനുസ്മരണ ചടങ്ങ് നടന്നു. ഹിരോഷിമ ദിന അനുസ്മരണ ചടങ്ങ് YMCA കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ചാരുമൂട് മാണിക്യപുരത്ത് കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടത്തിൽ ഒരാൾ മരിച്ചു. കടയുടമ വിജയനാണ് മരിച്ചത്.
വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് തട്ടിയെടുത്ത ജീവനക്കാരൻ അറസ്റ്റിലായത് കൊല്ലം സ്വദേശി പ്രവീൺ. തട്ടിയെടുത്തത് 2 ലക്ഷത്തോളം രൂപ. ആലപ്പുഴ ചന്തിരൂരിൽ ട്രാൻസ്ഫോർമർ തകർന്നു വീണു. ടോറസ് ലോറി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് വയോധികയുടെ മാല കവർന്ന കേസിൽ പ്രതി തൊപ്പി യൂസഫ് പിടിയിൽ. പ്രതി തൃശൂർ ഒരുമനയൂർ സ്വദേശി. തൃശൂർ എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ജൂലിയാണ് മരിച്ചത്. കോട്ടയം പാല മുണ്ടാങ്കലിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. അന്തിനാട് സ്വദേശി അന്നമോളാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് ദാരുണാന്ത്യം. തുരുത്തിയാട് സ്വദേശികളായ സജിൻലാൽ, ബിജീഷ് എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ മർദ്ദനം. പെൺസുഹൃത്തിനെ കളിയാക്കിയെന്നാരോപിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. വയനാട്ടിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കോളൂർ വനാതിർത്തിയിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി കത്തി നശിച്ചു. മൂക്കിലപ്പീടിക സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ വീടാണ് കത്തി നശിച്ചത്. കോഴിക്കോട് വടകരയിൽ യുവാവിനെ ബസ്സിടിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ നടപടി. ഇരുവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കൊച്ചിയിൽ 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി ഷഹനൂർ ആലമാണ് പളാരിവട്ടത്ത് പിടിയിലായത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. പൂന്തുറ സ്വദേശി ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. സ്കൂട്ടർ യാത്രികരായ സജിൻലാൽ, ബിജീഷ് എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം പാലോട് സ്കൂട്ടർ യാത്രക്കാരിക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. ബൗണ്ടർമുക്ക് സ്വദേശിനി നിസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാട്ടുപന്നിയുടെ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മലപ്പുറം നിലമ്പൂർ മാരിയമ്മൻ ദേവീക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. ബാലുശ്ശേരി സ്വദേശി സതീശനാണ് പിടിയിലായത്. എറണാകുളത്ത് പോലീസിനെ ചോദ്യം ചെയ്ത് ജനപ്രതിനിധികൾ. കളമശ്ശേരിയിലാണ് ട്രാഫിക് CIയും ജനപ്രതിനിധികളും തമ്മിൽ തർക്കമുണ്ടായത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് 1988 ബാച്ച് പ്രീ ഡിഗ്രി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണാഘോഷവും നാളെ കോളേജിൽ വെച്ച് നടക്കും. രാവിലെ 10 മണിക്ക് കായിക വിദ്യാർത്ഥികൾക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് തുക പ്രിൻസിപ്പൽ ഡോക്ടർ വിജോയ്ക്ക് കൈമാറും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പ്രധാന അറിയിപ്പുകൾ നോക്കാം. MSM HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. കെമിസ്ട്രി, കൊമേഴ്സ്, ഇസ്ലാമിക് ഹിസ്റ്ററി, സോഷ്യോളജി, അറബിക് വിഷയങ്ങളിലാണ് ഒഴിവ്. കൂടിക്കാഴ്ച ഈ മാസം 25-ന്. നെയ്യാറ്റിൻകര ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറപ്പിസ്റ്റ് ഒഴിവ്. അഭിമുഖം ഈ മാസം 12-ന്. തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കണ്ണൂർ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കുന്നു. 50 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് ഒഴിവുള്ളത്. അഭിമുഖം ഈ മാസം 21-ന്. റാന്നി പഞ്ചായത്ത് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ ക്ലാർക്കിനെ നിയമിക്കുന്നു. യോഗ്യത SSLC. കായംകുളം SMS HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 11-ന്. ദേശീയ വാർത്തകൾ.
തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം കടുപ്പിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇലക്ഷൻ കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി പണിയെടുക്കരുത്, ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. പകരച്ചുങ്കം ഏർപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയുടെ തിരിച്ചടി. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നിഷേധിച്ചു. ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കയുടെ നടപടിയെ വിമർശിച്ച് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ. മറ്റ് രാജ്യങ്ങളെ അടിച്ചമർത്താൻ അമേരിക്ക തീരുവയെ ആയുധമായി ഉപയോഗിക്കുന്നു. അമേരിക്കയുടെ നടപടി വ്യാപാര കരാറുകളുടെ ലംഘനമാണെന്നും ചൈനീസ് അംബാസിഡർ. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടെ ബ്രസീൽ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയുടെ നടപടി ഒന്നിച്ച് നേരിടാമെന്നും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ദ സിൽവ. അടുത്ത വർഷം ബ്രസീൽ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചേക്കും. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിക്കെതിരായ വിലക്ക് സുപ്രീം കോടതി പിൻവലിച്ചു. ജസ്റ്റിസ് പ്രശാന്ത് കുമാറിനെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വിലക്കിയ ഉത്തരവാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് പിൻവലിച്ചത്. രാജ്യാന്തര വാർത്തകൾ. തായ്വാനിൽ ചിക്കൻ ഗുനിയ പടരുന്നു. 8000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ചൈനയിലെ ഗാൻസു പ്രവിശ്യയിൽ വെള്ളപ്പൊക്കത്തിൽ 10 പേർ മരിച്ചു, 33 പേരെ കാണാതായി. ഗസ കീഴടക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകി സുരക്ഷാ ക്യാബിനറ്റ്. സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനത്തെ തുടർന്ന് ഇസ്രായേൽ നഗരങ്ങളിൽ കനത്ത പ്രതിഷേധം. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കോടതി. ഇന്ത്യൻ വിദ്യാർത്ഥി ഹർസിമ്രത് രൺധാവയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഏപ്രിലിൽ. 100 ന്യൂസിലേക്ക് വീണ്ടും ബിസിനസ് ന്യൂസ്. വന്ദേ ഭാരത് സ്ലീപ്പർ ഈ മാസം സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യൻ റെയിൽവേയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് സാധിക്കുമെന്ന് വിലയിരുത്തൽ. ജൂലൈയിലെ വാഹന വിൽപ്പനയിൽ ഇടിവ്. 0.3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡിലേക്ക്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1500 രൂപയോളം വർധനവാണ് സ്വർണ്ണ വിപണിയിൽ ഉണ്ടായത്. ഇതോടെ പവന് 75,760 രൂപയും ഗ്രാമിന് 9,470 രൂപയുമായി. കൊച്ചി മെട്രോയ്ക്ക് തുടർച്ചയായ 3-ാം വർഷവും പ്രവർത്തന ലാഭം. 2024-25 സാമ്പത്തിക വർഷം 33.34 കോടി രൂപയാണ് പ്രവർത്തന ലാഭം. ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച് ഓൺലൈൻ ഭക്ഷണ വിതരണ ചാറ്റ് പ്ലാറ്റ്ഫോം സൊമാറ്റോ. ബ്രാൻഡുമായി സഹകരിക്കുന്നതിൽ ആവേശഭരിതനെന്ന് ഷാരൂഖ് ഖാൻ. SBIയുടെ 1-ാം പാദത്തിൽ ഉയർച്ച. ലാഭം 12% ഉയർന്ന് 19,160 കോടിയിലെത്തി. ഡോജോ സൂപ്പർ കമ്പ്യൂട്ടർ ടീം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് ഇലോൺ മസ്ക്. ടീം ലീഡർ പീറ്റർ ബാനൻ കമ്പനി വിട്ടതായി സൂചന. ഗുരുഗ്രാമിൽ എയ്റോ സിറ്റി സ്റ്റോറിനായി പ്രതിമാസം 17 ലക്ഷം രൂപയുടെ കരാർ ഒപ്പിട്ട് ടെസ്ല. പ്രതിമാസം 6000 നിരക്കിൽ 10 കാർ പാർക്കിംഗുകളും കരാറിൽ ഉൾപ്പെടും. സ്പോർട്സ് ന്യൂസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അശ്വിൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ സീസണിൽ 9.75 കോടിക്കാണ് അശ്വിൻ CSKയിൽ എത്തിയത്. കേരളത്തിന് വീണ്ടും നിരാശ. അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബർ കളിക്കുക അമേരിക്കയിലെന്ന റിപ്പോർട്ടുകൾ. ഷിക്കാഗോയിൽ മെക്സിക്കോയുമായാണ് മത്സരമെന്ന് അർജന്റൈൻ മാധ്യമങ്ങൾ. ഡിഫൻസ് താരം ഇഗ്നീഗോ മാർട്ടിനസ് ബാഴ്സലോണ വിട്ടു. സൗദി ക്ലബ്ബ് അൽ നസറിലേക്കാണ് ചേക്കേറാൻ ഉദ്ദേശിക്കുന്നതെന്ന് സൂചന. ഫ്രഞ്ച് ഫുട്ബോളർ ആന്റോയിൻ ഗ്രീസ്മാനായി മെക്സിക്കൻ ക്ലബ് മോൺട്രി രംഗത്ത്. 2027 വരെ അത്ലറ്റിക്കോ മാഡ്രിഡുമായി കരാറുള്ള താരത്തെ 18 ദശലക്ഷം പൗണ്ട് നൽകി സ്വന്തമാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. സ്പാനിഷ് ഫുട്ബോൾ താരം അൽവാരോ മൊറാട്ട ഇറ്റാലിയൻ ക്ലബ്ബ് കോമോയിലേക്കെന്ന് റിപ്പോർട്ടുകൾ. AC മിലാനിൽ നിന്ന് ലോണിലാണ് താരം കോമോയിലെത്തുക. ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ സെൻട്രൽ സോണിനെ ധ്രുവ് ജുറൈൽ നയിക്കും. രജത് പാട്ടിദാർ, കുൽദീപ് യാദവ്, ഖലീൽ അഹമ്മദ് തുടങ്ങിയവരും ടീമിലുണ്ട്.
കാനഡ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം സ്വന്തമാക്കി അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ. ആൻഡി റോഡിക്കിന് ശേഷം സൂപ്പർ 1000 കിരീടം സ്വന്തമാക്കുന്ന ആദ്യ അമേരിക്കൻ പുരുഷ താരം. ആഷസ് പരമ്പരയ്ക്ക് മുന്നോടിയായി വൻ പ്രവചനവുമായി ഓസ്ട്രേലിയൻ ഇതിഹാസ താരം ഗ്ലെൻ മഗ്രാത്ത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര 5-0 ഓസീസ് സ്വന്തമാക്കുമെന്ന് മഗ്രാത്ത്. കാണാം സാംസ്കാരിക സിനിമാ വാർത്തകൾ. കാന്താരയുടെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പുകൾക്ക് ആവേശം നൽകിക്കൊണ്ട് ചിത്രത്തിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. രുക്മിണി വസന്ത് അവതരിപ്പിക്കുന്ന കനകാവതിയുടെ ലുക്കാണ് പുറത്തുവിട്ടത്. ആണവ ദുരന്തത്തിന്റെ കറുത്ത അധ്യായം വിവരിക്കുന്ന ചിത്രവുമായി സംവിധായകൻ ജെയിംസ് കാമറൂൺ. ചാൾസ് പെല്ലഗ്രീനോ എഴുതിയ ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ എന്ന പുസ്തകത്തിലെ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് കാമറൂണിന്റെ പുതിയ ചിത്രം. ഓഗസ്റ്റ് 8 തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്ന സാഹസത്തിലെ പുതിയ ഗാനം റിലീസ് ചെയ്തു. നറുതിങ്കൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ബിപിൻ അശോകനാണ്. ചിന്മയി, സൂര്യസന്തോഷ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നാനി പ്രധാന വേഷത്തിൽ എത്തുന്ന ദി പാരഡൈസ് ചിത്രത്തിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ദസറയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണിത്. ഫാക്ട് ചെക്ക്. റഷ്യയിലുണ്ടായ ഭൂകമ്പത്തിന്റേത് എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നു. 2017 ഗ്രീൻലാൻഡിലുണ്ടായ സുനാമിയുടെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. നമസ്കാരം.